വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. അഖില മിസ് ആണ്. സോ നമ്മുടെ ബ്രിഡ്ജ് പ്രോഗ്രാം അനുസരിച്ച് ക്ലാസ്സുകളൊക്കെ ഇതാ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം സയൻസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ആണ് ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയി കിടക്കുന്നത്. ഇപ്പൊ നമ്മുടെ കെമിസ്ട്രിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വീക്ക് 1 കുറച്ച് ആക്ടിവിറ്റി ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ തീം എന്ന് പറയുന്നത് വാട്ടർ ആയിരുന്നു അല്ലെ. അപ്പൊ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് അവിടെ പ്രധാനമായിട്ടും വാട്ടർ എന്ന് പറയുന്ന സമയത്ത് 3 സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെസ്, അവിടെ നമുക്കറിയാം ഐസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ സോളിഡ് സ്റ്റേറ്റ് ആണ്, ആൻഡ് വാട്ടർ എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്, ആൻഡ് ദാ നമുക്ക് ഗ്യാഷ്യസ് സ്റ്റേറ്റും ഉണ്ട് അല്ലെ. അപ്പൊ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്ന 3 സ്റ്റേറ്റിൽ കാണപ്പെടുന്ന അല്ലെ 3 സ്റ്റേറ്റ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആളാണ് നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. അവിടെ നമ്മൾ നോക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ക്യാൻ വി ചേഞ്ച് ദ സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ. യെസ്, നമ്മളിപ്പോ പറഞ്ഞു ഐസ് എന്ന് പറയുമ്പം സോളിഡ് ആണ്, വാട്ടർ എന്ന് പറയുമ്പം ലിക്വിഡ് ആണ്, വാട്ടർ വേപ്പർ എന്ന് പറയുന്ന സമയത്ത് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്, ഈ ഫിസിക്കൽ സ്റ്റേറ്റ്സ് എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, അതൊരു എക്സ്പെരിമെന്റിലൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് യെസ് ഐസ് ക്യൂബ്സ് വേണം, ഹോട്ട് പ്ലേറ്റ് വേണം, ബീക്കർ വേണം, ആൻഡ് ഒരു തെർമോമീറ്ററും നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ ഐസ് ക്യൂബ്സും ഹോട്ട് പ്ലേറ്റും ബീക്കറും ഒക്കെ നമുക്ക് ഓൾറെഡി അറിയണ കാര്യം തന്നെയാണ്. എന്താണ് ഒരു തെർമോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തെർമോമീറ്റർ എന്ന് പറയുന്ന സമയത്ത് യെസ് നമുക്കറിയാം അതൊരു ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു എക്യുപ്മെന്റ് ആണ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ടു ചെക്ക് ടെമ്പറേച്ചർ അല്ലെ. അപ്പൊ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെർമോമീറ്റർ, ആ പേരിൽ നിന്ന് തന്നെ നമുക്കത് കിട്ടും. തെർമോമീറ്റർ എന്ന് പറയുന്ന സമയത്ത് റിലേറ്റഡ് ടു ടെമ്പറേച്ചർ ആണ്. അപ്പൊ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് നമ്മളുടെ തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ആളുകളെയാണ് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇവിടുത്തെ പ്രൊസീജിയർ നോക്കാം നമുക്ക്. യെസ്, ടേക്ക് എ ഫ്യൂ ഐസ് ക്യൂബ്സ് ആൻഡ് പ്ലേസ് ദം ഇൻ എ ബീക്കർ. ഒരു ബീക്കർ എടുക്കുന്നു, നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് ആ ബീക്കറിലേക്ക് എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. ഒബ്സർവ് ദ സ്റ്റേറ്റ് ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ്സ് ടെമ്പറേച്ചർ. യെസ്, ആദ്യത്തെ ഒബ്സർവേഷൻ വന്നു അല്ലെ. നമ്മൾ ആദ്യം തന്നെ ഐസ് ക്യൂബ്സ് എടുത്തു, ബീക്കറിലേക്ക് ഇട്ടു. ആ സമയത്ത് അതിന്റെ സ്റ്റേറ്റ് എന്താണെന്നും ആ ടെമ്പറേച്ചർ എത്രയാണെന്നും നമ്മൾ മെഷർ ചെയ്യണം. യെസ്, നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണത്. നമുക്കറിയാം ഐസ് ക്യൂബ്സ് എന്ന് പറയുന്ന സമയത്ത് അത് ഏത് സ്റ്റേറ്റിലാണ്? അത് സോളിഡ് സ്റ്റേറ്റിലാണ് അല്ലെ. വാട്ടറിന്റെ സോളിഡ് സ്റ്റേറ്റിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഐസ് എന്ന് പറയുന്ന സമയത്ത് ഇനീഷ്യലി സോളിഡ് സ്റ്റേറ്റിലാവുന്ന സമയത്ത് അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തെർമോമീറ്റർ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. ഇനിയും നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ഐസ് ക്യൂബ് എടുത്ത് ബീക്കറിലേക്ക് വെച്ചിട്ടേ ഉള്ളൂ. ഇനി നമ്മളോട് പറയുന്നത് പുട്ട് ദ ബീക്കർ ഓൺ ദ ഹോട്ട് പ്ലേറ്റ്. യെസ്, നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഹിറ്റ് കൊടുക്കാൻ പോവാണ്. ആൻഡ് ഒബ്സർവ് ദ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഇഫ് എനി ആൻഡ് റെക്കോർഡ് ദ ടെമ്പറേച്ചർ ആഫ്റ്റർ ഇന്റർവെൽസ് ഓഫ് 5 minutes. അപ്പോൾ ഓരോ 5 minutes കൂടുന്നതിനനുസരിച്ചും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചേഞ്ചസ് ഒബ്സർവ് ചെയ്യണം. ടെമ്പറേച്ചറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, അതനുസരിച്ച് ഈ പറയുന്ന ഫിസിക്കൽ സ്റ്റേറ്റ്, അതായത് നമ്മൾ പറഞ്ഞു സോളിഡ് സ്റ്റേറ്റിലാണെന്ന്, അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, ഓരോ 5 minutes കൂടുമ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുവാണ്. കണ്ടിന്യൂ ഹീറ്റിംഗ് ടിൽ ദ വാട്ടർ സ്റ്റാർട്ട്സ് ബോയിലിംഗ്. എവിടം വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ? ആ ഒരു വാട്ടർ, നമ്മളെ കയ്യിൽ ഐസ് ക്യൂബ്സ് ഉണ്ടായിരുന്നു, അത് ബോയിൽ ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഇപ്പൊ നമുക്കറിയാം ഇനീഷ്യലി സോളിഡ് സ്റ്റേറ്റിലാണ്, 0 ഡിഗ്രി സെൽഷ്യസിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? യെസ്, ഓൺ ഹീറ്റിംഗ് നമ്മുടെ ഐസ് എന്ന് പറയുന്നത് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഒബ്വിയസ്ലി ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ഐസ് കുറച്ച് സമയം നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തു വെച്ചാൽ തന്നെ അത് എന്ത് ചെയ്യാൻ തുടങ്ങും? മെൽറ്റ് ആവാൻ തുടങ്ങും. അങ്ങനെ മെൽറ്റ് ആയിട്ട് അത് ഏത് ഫോമിലേക്ക് വന്നിട്ടുണ്ടാവും? ലിക്വിഡ് അല്ലെ. വാട്ടറിന്റെ ലിക്വിഡ് ഫോമിലേക്ക്, സോളിഡിൽ നിന്ന് ലിക്വിഡ് ഫോമിലേക്ക് ഈ പറയുന്ന നമ്മുടെ ഐസ് ചേഞ്ച് ആയിട്ടുണ്ടാവും. ആൻഡ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ടെമ്പറേച്ചറിൽ എന്തുണ്ടായിട്ടുണ്ടാവും? യെസ്, ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഗ്രാജുവലി അല്ലെ. അപ്പൊ ഹീറ്റിംഗ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ തെർമോമീറ്റർ അനുസരിച്ച് മെഷർ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ആൻഡ് നമ്മൾ ഇത് എവിടം വരെയാ ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ ഇപ്പൊ ഐസ് മെൽട്ടായി, വാട്ടറായി, സോളിഡ് ടു ലിക്വിഡായി, ആ ലിക്വിഡ് ബോയിൽ ആവുന്നത് വരെ, നമ്മുടെ
വാട്ടർ ബോയിൽ ആവുന്നത് വരെ നമ്മളിത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഏകദേശം എന്താണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ അറൌണ്ട് 100 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത് ബോയിൽ ആവാൻ തുടങ്ങിയിട്ടുണ്ടാവും. ബോയിൽ ആവുന്ന സമയത്ത് അവിടെയുള്ള ചേഞ്ച് എന്താണെന്നും നമ്മൾ ഒബ്സർവ് ചെയ്യണം. നമ്മുടെ എക്സ്പെരിമെന്റിൽ പ്രത്യേകം പറയുന്നുണ്ട് അല്ലെ, കണ്ടിന്യൂ ഹീറ്റിംഗ് ടിൽ ദ വാട്ടർ സ്റ്റാർട്ട്സ് ബോയിലിംഗ് ആൻഡ് ഒബ്സർവ് ദ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഇഫ് എനി ആൻഡ് റെക്കോർഡ് ദ ടെമ്പറേച്ചർ അല്ലെ. ഇപ്പൊ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് അവിടെ ആ ഒരു ഫിസിക്കൽ സ്റ്റേറ്റിൽ എന്തെങ്കിലും മാറ്റം വന്നോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ നമുക്കറിയാം നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ സാധാരണ നോർമൽ കേസിൽ നമ്മൾ വാട്ടർ ബോയിൽ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, യെസ്, ഒരുപാട് വാട്ടർ വേപ്പർ പോകുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ. ഇപ്പൊ വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റീം, ആവി പറക്കുക അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെയല്ലേ പറയാറ്. അപ്പൊ ഈ ആവി പോവാന്ന് പറയുന്ന സമയത്ത്, ഈ സ്റ്റീം എന്ന് പറയുന്ന സമയത്ത് അവിടെയുള്ള നമ്മളുടെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, യെസ്, നമ്മൾ എന്താണ് അവിടെ ഒരു ചേഞ്ച് വന്നു, ലിക്വിഡ് ടു ഗ്യാഷ്യസ് സ്റ്റേറ്റ് അല്ലെ. ഇപ്പൊ ഗ്യാസ് ആയിട്ട് മാറുവാണ്. വാട്ടർ വേപ്പർ എന്ന് പറയുന്ന സമയത്ത്, വാട്ടർ വേപ്പർ ആവുക എന്ന് പറയുന്ന സമയത്ത് ലിക്വിഡിൽ നിന്ന് എങ്ങോട്ടുള്ളതാണ്, ഗ്യാസിലേക്കുള്ള ഒരു ചേഞ്ച് ആണ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു സിമ്പിൾ എക്സ്പെരിമെന്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, യെസ്, സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്കും ലിക്വിഡിൽ നിന്ന് അതുപോലെ തന്നെ ഗ്യാസിലേക്കും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മളുടെ ഫിസിക്കൽ സ്റ്റേറ്റിനെ, വാട്ടറിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്, ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ അല്ലെ. ഇനി നേരെ തിരിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഐസ്ക്രീമിന്റെ കാര്യം അല്ലെ. ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് നമ്മളെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അത് മെൽറ്റ് ആവുന്നുണ്ട്, നമുക്കറിയാം. തിരിച്ച് നമ്മളത് ഫ്രീസറിൽ കയറ്റി കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് സോളിഡ് ആയിട്ട് അത് കിട്ടുന്നുണ്ട് അല്ലെ. ഇപ്പൊ സോളിഡ് ടു ലിക്വിഡ് മാത്രമല്ല, ലിക്വിഡിൽ നിന്ന് സോളിഡിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫിസിക്കൽ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. ഒരു കാൻഡിൽ ബേൺ ചെയ്യിക്കുന്ന സമയത്ത് അവിടെ വാക്സ് മെൽറ്റ് ആവുന്നുണ്ട്. ആ മെൽറ്റ് ആയിട്ടുള്ള എപ്പോഴത് മെൽറ്റ് ആവുന്നത്, ഹീറ്റ് കിട്ടുന്ന സമയത്താണ് അല്ലെ. ഒന്ന് കൂളാവുന്ന സമയത്ത് എഗെയിൻ അത് തിരിച്ച് എങ്ങോട്ട് പോകുന്നു, മെൽറ്റഡ് വാക്സ് എന്ന് പറയുന്നത് എഗെയിൻ തിരിച്ച് എന്തായി മാറുന്നുണ്ട്, സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നുണ്ട്. സോ മക്കളെ നമ്മൾ മനസ്സിലാക്കുക, വാട്ടർ ആൻഡ് അതർ സബ്സ്റ്റൻസസ് ചേഞ്ച് ദർ സ്റ്റേറ്റ്സ് ബൈ ഹീറ്റിംഗ് ഓർ കൂളിംഗ് അല്ലെ. ഇപ്പൊ ടെമ്പറേച്ചർ എന്താണ് ഡിഫറൻസ് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ഒന്നെങ്കിൽ ഹീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കൂൾ ചെയ്യുന്നു, അതനുസരിച്ച് വാട്ടറും മറ്റ് സബ്സ്റ്റൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, യെസ്, സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്കുള്ള ചേഞ്ചിങ്ങിനെ നമ്മൾ മെൽറ്റിംഗ് എന്നാ പറയുന്നത്. ഐസ് മെൽറ്റ് ആവുക, ഐസ്ക്രീം മെൽറ്റ് ആവുക എന്നൊക്കെയല്ലേ നമ്മൾ പറയാറ്. സോ ആ ഒരു പ്രോസസ്, അതായത് എന്താണ് സോളിഡ് ടു ലിക്വിഡ് അല്ലെ, ആ ഒരു കൺവേർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെൽറ്റിംഗ്. ഇനി നേരെ മറിച്ച് നമ്മൾ ഒരു ഗ്ലാസ് വാട്ടർ എടുത്തിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐസ് കിട്ടുന്നുണ്ട് അല്ലെ. അതായത് ലിക്വിഡിൽ നിന്ന് എങ്ങോട്ട് പോവാണ്, ഈ പറയുന്ന സോളിഡ് സ്റ്റേറ്റിലേക്ക് പോവാണ്. സോ ആ ഒരു കൺവേർഷനെ നമ്മൾ വിളിക്കുന്നത്, ഫ്രീസറിലല്ലേ നമ്മൾ കൊണ്ടുപോയി വെക്കുന്നത്, സോ ഫ്രീസിംഗ് എന്ന് നമുക്ക് അതിനെ എന്ത് ചെയ്യാം, വിളിക്കാം. സോ മെൽറ്റിംഗും ഉണ്ട്, നമുക്ക് ഫ്രീസിംഗും ഉണ്ട്. മെൽറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്കുള്ളതാണ്. ഫ്രീസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലിക്വിഡിൽ നിന്ന് സോളിഡിലേക്കുള്ള കൺവേർഷൻ ആണ്. അപ്പൊ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനെയാണ്, നമ്മളുടെ ടെമ്പറേച്ചറിനെയാണ് അല്ലെ. ഒന്ന് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴാണ്, മറ്റൊന്ന് നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ്, കൂള് ചെയ്യിപ്പിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ 2 കൺവേർഷൻ പഠിച്ചു അല്ലെ. അപ്പൊ ഇനിയും നമുക്ക് 2 കൂടെ ഉണ്ട്, അതായത് ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്കും തിരിച്ച് ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്കും. അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാട്ടർ ബോയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റീമായി മാറി അല്ലെ, വാട്ടർ വേപ്പർ ആയിട്ട് മാറി. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്കുള്ള ഒരു കൺവേർഷൻ അവിടെ നടന്നു, ടെമ്പറേച്ചർ കൂടിയ സമയത്ത് അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടെ മിസ് പറഞ്ഞു തരുവാണ്. നമ്മൾ ബോയിൽ ചെയ്യിപ്പിച്ചാൽ മാത്രമേ ഇങ്ങനെ വാട്ടർ വേപ്പർ ആവൂ എന്നൊന്നും. ബോയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ഡിഗ്രി സെൽഷ്യസിലായിരിക്കും, 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും അല്ലെ. എന്നാൽ ഈ 100 ഡിഗ്രി സെൽഷ്യസ് അത്രയും ടെമ്പറേച്ചർ എത്താതെ തന്നെ നമ്മളുടെ ഈ പറയുന്ന നോർമൽ കേസിൽ നാച്ചുറൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറെ വാട്ടർ വേപ്പർ ആയിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വ്യാപിച്ചു പോകുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇവാപൊറേഷൻ എന്നുള്ളത്. അതായത് വാട്ടർ മേ ചേഞ്ച് ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു ഗ്യാഷ്യസ് സ്റ്റേറ്റ് ബിലോ 100 ഡിഗ്രി സെൽഷ്യസ് ഈസ് കോൾഡ് ഇവാപൊറേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു കൺവേർഷന് പുതിയൊരു ടേം കൂടെ കിട്ടി അല്ലെ. ഇപ്പൊ ബോയിൽ ചെയ്യിക്കുന്ന സമയത്തും വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നുണ്ട്, അല്ലാത്ത കേസിലും കുറച്ച് വാട്ടർ ഒക്കെ, നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ ഈ തുണിയൊക്കെ വിരിച്ചിടുന്ന ആലോചിക്കുക, തുണിയിലുള്ള വാട്ടർ ഒക്കെ എങ്ങോട്ടാ വാനിഷ് ആയി പോകുന്നത്, നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെയാണ് വാട്ടർ വേപ്പർ ആയിട്ട് അത് മാറുവാണ് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇവാപൊറേഷൻ. ഇനി തിരിച്ച് ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്കുള്ള ഒരു കൺവേർഷൻ ഉണ്ടോ എന്നുള്ളതാണ്. അതിനും നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട്. ആക്ടിവിറ്റി എന്ന് പറയുന്ന സമയത്ത് വളരെ സിമ്പിൾ ആണ്, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു,
ചെയ്യുന്നു, ഒരു ഗ്ലാസ്സിൽ നിറയെ, ഒരു ഗ്ലാസ് ടംബ്ലർ എടുത്തിട്ട് അതിനകത്ത് നിറയെ എന്തെടുക്കുവാണ്, കോൾഡ് വാട്ടർ എടുക്കുവാണ്. അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതായത് നന്നായിട്ട് തണുത്തിരിക്കുകയാണ് അല്ലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അവിടെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, അതായത് നമ്മുടെ ഗ്ലാസിന്റെ പുറത്ത് നമുക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. സോ ആ സമയത്ത് നമ്മൾ എന്താ കാണുന്നത്, നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയല്ലേ, തണുത്ത വെള്ളം എല്ലാവരും കുടിക്കാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഗ്ലാസിന്റെ പുറത്ത് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, യെസ്, വാട്ടർ ഡ്രോപ്സ് നമ്മൾ കാണാറുണ്ട് അല്ലെ. ഈ വാട്ടർ ഡ്രോപ്സ് ഒക്കെ എങ്ങനെയാ വരുന്നത്, യെസ്, അവിടെയാണ് നമ്മുടെ അടുത്ത ഒരാൾ വരുന്നത്, അടുത്തൊരു പ്രോസസ്സ് വരുന്നത്, കണ്ടൻസേഷൻ. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, നമ്മുടെ എയറിൽ ഒരുപാട് വാട്ടർ വേപ്പർ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒക്കെ എന്താണ്, എയറിന്റെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആളാണ്. സോ അവിടെ കിടക്കുന്നുണ്ട്. ഈ വാട്ടർ വേപ്പർ നമ്മുടെ കോൾഡ് സർഫസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് തിരിച്ച് എന്തായിട്ട് മാറുന്നു, ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ടഡ് ആവുകയാണ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് വിളിക്കുന്നത്. വെൻ ദ വാട്ടർ വേപ്പർ പ്രസന്റ് ഇൻ ദ എയർ കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് എ കോൾഡ് സർഫസ് ഇറ്റ് ഫോംസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. അപ്പം ഗ്ലാസിന്റെ പുറത്തൊക്കെ ഇങ്ങനെ വളരെ കുഞ്ഞു കുഞ്ഞു ടൈനി ആയിട്ടുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവുന്നു. ഇത് കമ്പൈൻ ചെയ്തിട്ട് വലിയ വലിയ വാട്ടർ ഡ്രോപ്സ് ആയിട്ട് അവിടെ നമുക്ക് ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ പിടിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ വീഴാറുണ്ട് അല്ലെ, വെള്ളത്തുള്ളികൾ. അപ്പൊ ഇത് എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഓർക്കേണ്ട പേരാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. സോ വാട്ടർ വേപ്പർ വാട്ടർ ആവുക, അതല്ലെങ്കിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് എങ്ങോട്ടേക്ക്, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള കൺവേർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ 4 ടേംസ് ആണ് നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത് ഈ ആക്ടിവിറ്റികളിലൂടെ. ഒന്നെന്താണ്, മെൽറ്റിംഗ് ആണ്. മറ്റൊന്ന് എന്താണ്, ഫ്രീസിംഗ് ആണ്. സോളിഡ് ടു ലിക്വിഡ് മെൽറ്റിംഗ് ആണ്, ലിക്വിഡ് ടു സോളിഡ് എന്ന് പറയുന്നത് ഫ്രീസിംഗ് ആണ്. ഇനി ലിക്വിഡ് ടു ഗ്യാസ്, ആ ഒരു കൺവേർഷൻ ആണ് ഇവാപ്പറേഷൻ. ഗ്യാസ് ടു ലിക്വിഡ് എന്ന് പറയുന്ന സമയത്ത് അത് കണ്ടൻസേഷൻ ആണ്. ഈ 4 കാര്യങ്ങളും കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. കാരണം ഈ ഒരു തീമിൽ, വാട്ടർ എന്ന് പറയുന്ന ഒരു തീമിൽ ഇവരെ വെച്ചുകൊണ്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്, പഠിച്ചു വെക്കുന്നത്. മാത്രമല്ല ഈ ഇവാപ്പറേഷൻ ഒക്കെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാനുണ്ട്, ഇനിയും പഠിക്കാനുണ്ട്. സോ ഓർത്തിരിക്കുക, ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് വീണ്ടും കാണാടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.